നമസ്കാരം. കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം ചരിത്ര നഗരിയായ പയ്യന്നൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ താരോദയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് മുഗ്ധ രാജേഷാണ്. മുഗ്ധയുടെ വിശേഷങ്ങൾ നമുക്ക് അവളോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. മുഗ്ധ ഏതൊക്കെ ഇനത്തിലാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്? ഞാൻ കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം, പദ്യം ചൊല്ലൽ, മലയാളം, പിന്നെ തിരുവാതിര. ഇപ്പോ റിസൾട്ട് വന്നത് ഏതിലാണ്? റിസൾട്ട് വന്നത് പദ്യം ചൊല്ലലാണ്. പദ്യം ചൊല്ലലിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ പദ്യം നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. ശ്രീ വയലാർ രാമവർമ്മയുടെ എന്റെ ദന്തഗോപുരത്തിലേക്കൊരു ക്ഷണക്കത്ത് എന്ന കവിത. ഞാനെന്റെ പത്നീകത്തിലിത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല, മൗനത്തെ മഹാശബ്ദമാക്കുവാൻ, നിശ്ചഞ്ചല ധ്യാനത്തെ ചലനമായി ശക്തിയായി ഉണർത്തുവാൻ, അന്തരീന്ദ്രിയ നാഭി പത്മത്തിനുള്ളിൽ പ്രാണസ്പന്ദങ്ങൾ സ്വരൂപിച്ച് വിശ്വരൂപങ്ങൾ തീർക്കാൻ, അവയും ഞാനും തമ്മിലൊന്നാവാൻ, യുഗചക്ര ഭ്രമണ പഥങ്ങളിൽ ഉഷസായി നൃത്തം വയ്ക്കാൻ. കേട്ടോ. അപ്പൊ ഇതിനു മുൻപ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ കൊല്ലം പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏതിനത്തിലായിരുന്നു? കഥകളി സംഗീതം, പിന്നെ തിരുവാതിര, പദ്യം ചൊല്ലൽ. ഒരുപാട് ഇനത്തില് സമ്മാനം നേടിയ കുട്ടിയാണ് അല്ലെ? അപ്പോ ഇത്തവണ ഇനി ഏതൊക്കെ ഇനങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്? ഇനി കഥകളി സംഗീതമുണ്ട്, ശാസ്ത്രീയ സംഗീതമുണ്ട്, തിരുവാതിരയുണ്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ആരാണ് ഈ കവിത പഠിപ്പിച്ചത്? സ്വന്തമായിട്ട് പഠിച്ചതാണ്. സ്വന്തമായിട്ട് പഠിച്ചതാണ് അല്ലേ? അപ്പോ സിനിമാ ഗാനം ഇഷ്ടമാണോ? നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സിനിമാ ഗാനം കൊടുക്കണം. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കണ്ണുയൽ, ഇങ്ങ് നീലത്തുരത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, താരക്കൊളുത്തുള്ളൊരാ ചേലക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. എന്തായാലും നന്നായിട്ടുണ്ട്. എല്ലാ ഇനത്തിലും ഒന്നാം സ്ഥാനം നേടിയിട്ട് ഇത്തവണയും സംസ്ഥാനത്ത് പോയിട്ട് സമ്മാനം നേടി വരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.